ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ പലപ്പോഴും വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അപകടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറക്കാറുണ്ട്. പക്ഷെ ഒരു സേഫ്റ്റി ഓഫീസറുടെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഒരു അപകടം ഒരിക്കലും ഒരു സിംഗിൾ സംഭവമല്ല. അത് പല ഘടകങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു സിസ്റ്റം ഫെയിലിയറാണ്. ഈ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തവും അങ്ങനെ തന്നെയാണ്. അതൊരു സ്ഫോടനം മാത്രമല്ല, പല ചെറിയ പിഴവുകൾ കൂടി ചേർന്നുണ്ടായ ഒരു വലിയ ദുരന്തമാണ്. ഒരു സ്പാർക്ക് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ഒരു സംഭവം സാധാരണ ഉണ്ടാവാറില്ല. അപ്പൊ നമ്മൾ ഓർക്കുക, എക്സ്പ്ലോഷൻ സ്പാർക്ക് കൊണ്ടല്ല ഉണ്ടാകുന്നത്, സിസ്റ്റം ഫെയിലിയർ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താ, ഇതൊരു എക്സ്പ്ലോഷൻ അല്ലേ? പക്ഷേ ഒരു സേഫ്റ്റി പ്രൊഫഷണൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ്, അല്ലേ? സാധാരണ കാരണങ്ങളായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷന്, ഹീറ്റ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഇംപ്രോപ്പർ മിക്സിങ് എന്നിവയൊക്കെയാണ്, അല്ലേ? എന്നാൽ ഇവ ഒരു സർഫസ് ലെവൽ കാരണങ്ങൾ മാത്രമാണ്. യഥാർത്ഥ കാരണം ഡീപ്പറാണ്. ഹസാർഡ്സ് ഐഡന്റിഫിക്കേഷൻ ഇല്ലായ്മ, റിസ്ക് അസസ്മെന്റ് ചെയ്തിട്ടില്ല, SOP പാലിച്ചിട്ടില്ല, സൂപ്പർവിഷനും ബ്രേക്ക് ഡൗൺ. അതുകൊണ്ടാണ് ഈ റൂട്ട് കോസ് കാണാതെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വെടിക്കെട്ട് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലേ? കാരണം ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആണ്. ഇഗ്നിഷൻ എനർജി വളരെ കുറവാണ്. ചെയിൻ റിയാക്ഷൻ വളരെ വേഗത്തിൽ നടക്കും. ഇനി ഒരു യൂണിറ്റ് എക്സ്പ്ലോഡ് ആയാൽ തന്നെ അടുത്ത യൂണിറ്റിലേക്ക് അതിന്റെ ഇമ്പാക്റ്റ് പോകും, അല്ലേ? സോ ഇതൊരു ഡൊമിനോ എഫക്റ്റീവ് ഹസാർഡാണ്, അല്ലേ? അതുകൊണ്ട് ഒരു ഭാഗത്ത് സേഫ്റ്റി ഇല്ലെങ്കിൽ മുഴുവൻ സിസ്റ്റവും അൺസേഫ് ആയിരിക്കും. സോ വൺ അൺസേഫ് ആക്ട് ക്യാൻ ട്രിഗർ ടോട്ടൽ ഡിസാസ്റ്റർ. ഇത്തരം ദുരന്തങ്ങളിൽ സാധാരണയായി കാണുന്ന ഒരു പ്രധാന വീഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഡിസ്റ്റൻസ് ഇല്ലായ്മ, അൺസേഫ് സ്റ്റോറേജ്, സ്റ്റാറ്റിക് കൺട്രോൾ ഇല്ലായ്മ, പിന്നെ അതുപോലെ തന്നെ അൺട്രെയിൻഡ് വർക്കേഴ്സ്, ഓവർ കോൺഫിഡൻസ്, ഇവയൊക്കെയാണ്, അല്ലേ? ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് വലിയ അപകടങ്ങളിലേക്കൊക്കെ സാധാരണ വഴിയൊരുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഈ ഒരു സംഭവം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് കൺട്രോൾസ്, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, PPE, എമർജൻസി പ്രിപ്പയർനെസ് എന്നിവയൊക്കെ വളരെയധികം നിർബന്ധമാണ് ഈ കാര്യത്തിൽ. അപ്പോൾ സേഫ്റ്റി എപ്പോഴും ഓർക്കുക. ഈ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സംഭവമല്ല, അത് നമ്മുടെ പ്രാക്ടീസിലും ഉണ്ടാവണം. മനസ്സിലായി? അവസാനമായിട്ട് നമ്മളൊരു കാര്യം മറന്നു പോകരുത്. നമ്മൾ പല ആൾക്കാരും നമ്മൾ വാർത്തയിലൊക്കെ കണ്ടു, 13 പേർക്ക് ജീവൻ നഷ്ടമായി, അല്ലെങ്കിൽ 20 പേർക്ക് ജീവൻ നഷ്ടമായി എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ വെറും കൗണ്ട് അല്ല, ഇതൊക്കെ മനുഷ്യരുടെ ജീവിതങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. നമ്മുടെയൊക്കെ വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ സേഫ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ സ്റ്റേ അലേർട്ട്, stay safe.